ഇന്നത്തെ ക്യാമറ പണി ഒരു പെട്രോൾ പമ്പിലാണ്. ഈ നാടകത്തിലത്തെ മൈക്ക് പോലെ തൂങ്ങി കിടക്കേണ്ട ഒരു സാധനതാ. ഈ നാടകത്തിലത്തെ മൈക്ക് പോലെ പൊട്ടിയിട്ട് തൂങ്ങി കിടക്കണതാണ് ഈ ഒരു ക്യാമറ. നമ്മുടെ ഹിക്വിഷൻ്റെ 40 മീറ്റർ 5 MB ക്യാമറയാണ്. അപ്പോൾ ഇന്നത് ചേഞ്ച് ചെയ്യലാണ് പണി. നമ്മൾ പുതിയ ക്യാമറ ഫിറ്റ് ചെയ്യുമ്പോഴേ അതിന് മുകളിലത്തെ സ്റ്റിക്കർ കീറിയില്ല വെച്ചെങ്കിലുള്ള പ്രശ്നം അതാണ്. ഈ സാധനം കണ്ട ചൂട് ഇട്ടിട്ട് ഒരു തരം പാട പോലെ ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ രാത്രിയുള്ള നമ്മളെ IR നൈറ്റ് വിഷന് പ്രശ്നം ഉണ്ടാവും. ഇത് പിന്നെ പോരില്ല, കണ്ടില്ലേ. പിന്നെ നമ്മളത് ഊരിയിട്ടൊക്കെ ക്ലീൻ ചെയ്ത് തുടച്ച് മിനുക്കി എടുക്കണം. അപ്പോൾ കയ്യോടെ നമ്മൾ പുതിയ ക്യാമറ ഫിറ്റ് ചെയ്യുമ്പോൾ സ്റ്റിക്കറിൻ്റെ ഊരിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ അത് ചൂട് കെട്ടിയിട്ടുണ്ട്, ഒട്ടിപ്പിടിച്ചിരുന്നു, ഇതുകൊണ്ട് പോരുന്നില്ല. അപ്പോൾ ഈ ഒരു ക്യാമറ മാറ്റലും പിന്നെ ചെറിയൊരു സൊല്യൂഷനും കൂടി പറഞ്ഞു തരുന്നുണ്ട്. ചെറിയൊരു പ്രോബ്ലത്തിലുള്ള ഒരു സൊല്യൂഷൻ കൂടി ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ക്യാമറയുടെ ഫിറ്റിങ് കഴിഞ്ഞ് സെറ്റായി. ഇനി നമുക്ക് ആ സെറ്റിങ്സ് ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞ ഒരു സൊല്യൂഷൻ അതിപ്പോൾ പറഞ്ഞുതരാം കേട്ടോ. നമ്മുടെ സുഹൃത്തുക്കൾ പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് ഈ ഒരു പ്രോബ്ലം, ഫ്ലിക്കറിങ് കണ്ടില്ലേ. അതായത് ഓവറായിട്ട് ലൈറ്റ് ഉണ്ട് ഈ ഒരു പെട്രോൾ പമ്പിൽ. അത് താഴെ വന്നിട്ട് ഈ ഒരു തറയിൽ അടിച്ചിട്ട് അതിൻ്റെ ഒരു റിട്ടേണിങ്, ആ ഒരു പ്രകാശം റിട്ടേൺ വരുമ്പോൾ ക്യാമറയിൽ അടിക്കുന്നത് കൊണ്ടായിരിക്കാം ഒരു ഫ്ലിക്കറിങ് ഉണ്ട്. വീഡിയോക്ക് കണ്ടോ, താഴെ ഇവിടെയൊക്കെ ഉണ്ട് ഫ്ലിക്കറിങ്. സൂക്ഷിച്ച് നോക്കിയാൽ കാണാം. കണ്ടല്ലോ ഒരു ഫ്ലിക്കറിങ്, ഒരു ഷെയ്ഡ് ഇങ്ങനെ വന്നു പോവുക. ഈ ഒരു പ്രോബ്ലം കൂടുതലായിട്ട് നമ്മൾ പുതിയ ക്യാമറകൾ പുതിയ ഷോപ്പുകളിൽ, അതായത് ഉദ്ഘാടനത്തിന് മുമ്പായിട്ട് നമ്മൾ ക്യാമറ ഫിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രോബ്ലം, ഈ ഒരു പ്രോബ്ലം കൂടുതലായിട്ട് അപ്പോഴാണ് കാണാറ്. അതായത് നമ്മുടെ ഈ ഒരു ഷോപ്പിലുള്ള LED ബൾബുകൾ ഒരുപാട് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ലൈറ്റ് നമ്മളെ താഴെ ടൈലിൽ വന്നിട്ട് തിരിച്ച് റിട്ടേൺ വന്ന് ക്യാമറയിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഈ ഒരു പ്രോബ്ലം. അപ്പോൾ സാധാരണയായിട്ട് കൂടുതലായിട്ട് ഈ 5 MB ക്യാമറകളിലാണ് ഇത് വരാറ്. അപ്പോൾ ഇതിനൊരു ഇപ്പോൾ നമുക്ക് ഇതിൽ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു, ഈ ഒരു വീഡിയോയിൽ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോബ്ലം നമ്മളെങ്ങനെ സോൾവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ആദ്യത്തെ ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ക്യാമറയുടെ ക്യാമറയുടെ PTZ മെനു ഉണ്ടാവും, PTZ കൺട്രോൾ. അതിൽ പോവുക, PTZ ഇതിൽ പോവുക. അതിന് ശേഷം ഇപ്പോൾ നമ്മൾ PTZ മെനു ഇവിടെ വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ ഇത് പഴയ DVR ആട്ടോ, പഴയ DVRൻ്റെ OST മെനു ആണത്. പുതിയ യൂസർ ഇൻ്റർഫേസ് വേറെയാണ്. ഓക്കെ, ഇതിൽ മെനു പോവുക, മെനുവിൽ പോവുക. അപ്പോൾ ഇവിടെ OST മെയിൻ മെനു വരും, കണ്ടില്ലേ. ഇത് ക്യാമറയുടെ ഇൻറ്റേർണലായിട്ടുള്ള സെറ്റിങ്സ് ആണ്. അതിപ്പോൾ നമ്മുടെ DVRൻ്റെ സെറ്റിങ്സ് അല്ല, ക്യാമറയുടെ ഇൻറ്റേർണലായിട്ടുള്ള OST സെറ്റിങ്സ് ആണ്. ഇവിടെ നമുക്ക് ഒരുപാട് സെറ്റിങ്സ് ഉണ്ട്. വീഡിയോ ഫോർമാറ്റ്, എക്സ്പോസർ, ഡേ നൈറ്റ്, ഇതൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ അതിലൊക്കെ ഒന്നും കിടക്കുന്നില്ല. ഈ രണ്ട് കാര്യങ്ങൾ, ഈ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇവിടെ ഉള്ളത്. ഒന്ന് ഈ ഒരു വീഡിയോ ഫോർമാറ്റ് കിടക്കുന്നുണ്ട്. നമ്മൾ 5 MB ക്യാമറ ആണെങ്കിൽ അത് കിടക്കുന്നുണ്ടാവുക ഓട്ടോമാറ്റിക്കലായിട്ട് ഡിഫോൾട്ടായിട്ട് കിടക്കുന്നുണ്ടാവുക 4 MB 25 ഫ്രെയിം പെർ സെക്കൻഡിലാണ് കിടക്കുന്നത്. നമ്മളത് 5 MB മാറ്റണം. 5 MB മാറ്റുമ്പോൾ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ DVR 5 MB സപ്പോർട്ട് ചെയ്യുന്ന ക്യാമറ DVR ആയിരിക്കണം. അപ്പോൾ നമ്മളത് ഒന്ന് സെറ്റ് ചെയ്യാണ്. 5 MB 20 പെർ സെക്കൻഡ് ആണ് ഉള്ളത്. പിന്നെ 2 MBക്കാണ് പോവുക. അപ്പോൾ നമ്മൾ 5 MB 20 ഫ്രെയിം പെർ സെക്കൻഡ്, ആ ഒരു ക്യാമറയുടെ പരമാവധി റെസൊല്യൂഷനാണ് 5 MB റെസൊല്യൂഷൻ, 20 ഫ്രെയിം പെർ സെക്കൻഡ്. അതിനുശേഷം നമ്മളിവിടെ സേവ് ആൻഡ് എക്സിറ്റ് എന്നുള്ളടത്ത് പോവുക. നമ്മളത് ഇവിടെ 5 MB 20 എന്നുള്ളത് ചേഞ്ച് ചെയ്തിട്ടോ. ഓക്കെ, 5 MB 20 ആക്കി. എന്നിട്ട് സേവ് ആൻഡ് എക്സിറ്റ് എന്നുള്ളടത്ത് പോയിട്ട് മെനു ഒന്നുകൂടി കൊടുക്കുക. മെനു ഒന്നുകൂടി കൊടുത്തു കഴിഞ്ഞാൽ ഈ ക്യാമറ ഒന്ന് ഓഫായിട്ട് ഓണാവും. ഒരു പൊട്ടലും ചീറ്റലൊക്കെ വരും, അത് അതിൻ്റെ ഓഡിയോ ഓണായി കിടക്കുന്നതുകൊണ്ടാണ്. ഇപ്പോൾ നോക്കുക, ആ ഒരു ഫ്ലിക്കറിങ് ഇപ്പോൾ തീരെ ഇല്ല എന്നുള്ളതാണ്. നോക്കിയേ, കണ്ടോ. ഇപ്പോൾ ഒരു ഫ്ലിക്കറിങ് ഉണ്ടാകുന്നല്ലോ, ആ ഷെയ്ഡ് പോയത് ഇപ്പോൾ മൊത്തത്തിൽ മാറി, നിങ്ങൾക്കിവിടെ കാണാം. പിന്നെ റെസൊല്യൂഷൻ ചേഞ്ച് ചെയ്തതോടുകൂടി ക്യാമറയ്ക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി വർദ്ധിച്ചിട്ടുണ്ട്, വൈഡ് വ്യൂ കുറച്ചുകൂടി കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നിട്ടും നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ വീണ്ടും പറഞ്ഞ പോലെ തന്നെ ഈ ക്യാമറയുടെ PTZ ഇതിൽ പോവുക, അതിൽ മെനുവിൽ പോവുക. അതിൽ നിന്നിട്ട് ഇവിടെ താഴെ എക്സ്പോഷർ എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് അതിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ ഗ്ലോബൽ നമുക്ക് എടുക്കാം. അത് ജസ്റ്റ് ഒന്ന് മാറ്റി നോക്കുക. അതിൻ്റെ HLC BLC ഇതിലൊക്കെ ഒന്ന് മാറും, കണ്ടില്ലേ. അപ്പോൾ നമുക്ക് അതിൻ്റെ വ്യത്യാസങ്ങൾ കാണാം. HLCക്ക് മാറി BLC, ഗ്ലോബലിലാണ് പൊതുവായിട്ട് കിടക്കാറ്. DWDRലേക്ക് മാറ്റുക. അതൊക്കെ മാറ്റി കഴിഞ്ഞാൽ തന്നെ ഈ ഒരു പ്രോബ്ലം സോൾവ് ആവുന്നതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ടെക്നീഷ്യന്മാരും ഇപ്പോൾ ഇവിടെ ടെക്നീഷ്യന്മാരോട് ചോദിച്ചപ്പോൾ അവർ ഇതന്നെയാണ് പറഞ്ഞത്, ഈ എക്സ്പോഷറിൽ കയറാനാണ് പറഞ്ഞത്.
ഇക്വേഷനിൽ കൂടുതലായിട്ട് ഈ 5 MBയിലേക്ക് മാറ്റുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു പ്രശ്നം സോൾവ് ആവാറുണ്ട്, ഈ ഷെയ്ഡ് വരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. തൽക്കാലം ഇവിടെ പറയുന്നു ഷാജാറ്റൂർ.